ഭൂമിക്ക് ചരമഗീതം തീർക്കാനൊരുങ്ങുന്ന ചൂഷകരായ മനുഷ്യരാശിക്ക് ഉണർത്തുപാട്ടായി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു. സമുദ്രനിരപ്പല്ല, നിങ്ങളുടെ ശബ്ദമാണ് ഉയരേണ്ടത് എന്നാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. കാടും മലയും കുന്നും വയലും ഇടിച്ചു തകർത്ത് നിരപ്പാക്കുന്നവർക്കിടയിലേക്ക് പ്രതിരോധത്തിന്റെ ശബ്ദമുയരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഓരോ പരിസ്ഥിതി ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശേഷ ബുദ്ധിയുണ്ടെന്ന ഒറ്റ കാരണത്താൽ മറ്റു ജീവജാലങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട ഭൂമിക്ക് മേൽ ചൂഷകരായി മാറിയ മനുഷ്യവർഗം പണക്കൊതി എന്ന മേലങ്കി അണിഞ്ഞ് ആധിപത്യം തുടരുകയാണ്. വനനശീകരണമായും വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങളായും വായു ശബ്ദമലിനീകരണമായും പരിസ്ഥിതിയെ തകർക്കുവാൻ കച്ചകെട്ടി ഇറങ്ങുന്നവരുടെ എണ്ണം പെരുകുകയാണ്. 100 മരം മുറിച്ചു മാറ്റുമ്പോൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവൻ വെച്ചുപിടിപ്പിക്കുന്ന ഒരു വൃക്ഷത്തൈയിലേക്ക് സമൂഹത്തിന്റെ അവബോധം ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഭൂമിക്ക് മേൽ ആവരണമായി നിന്നിരുന്ന ഓസോൺ പാളിയുടെ ദ്വാരം വലുതാകുന്നത് മനുഷ്യന്റെ ഒടുങ്ങാത്ത ചൂഷണ മനോഭാവത്തിന് ആനുപാതികമായാണ് എന്ന് വിലയിരുത്തുന്നതും പുതിയ കാലത്തിൽ വലിയ ശരിയാവുകയാണ്. ആഗോളതാപനം ഉയർത്തുന്ന ഭീഷണി വേറെയും. കടലും പുഴകളും തോടുകളും എന്നുവേണ്ട ജലാശയങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഒപ്പത്തിനൊപ്പം കുതിക്കുന്നവർ അമ്പരചുംബികളായ കോൺക്രീറ്റ് മന്ദിരങ്ങളിൽ വിരാജിക്കുകയാണ്. അനധികൃതമായ നിർമ്മാണ പ്രവൃത്തികൾ വ്യാപകമായതോടെ കാട് എന്നത് ചിത്രങ്ങളിൽ മാത്രം ഒതുങ്ങുവാൻ തുടങ്ങി. അവകാശപ്പെട്ട ആവാസ വ്യവസ്ഥ തകർന്നതോടെ മറ്റു ജീവജാലങ്ങളിൽ പലതിൻ്റെയും വംശം അറ്റുപോയി. ഭൂമിക്ക് ചരമഗീതം തീർക്കുവാൻ വെമ്പുന്ന ചൂഷക സംസ്കാരത്തിനിടയിലേക്ക് പ്രകൃതി സ്നേഹികൾ കൊണ്ടുവരുന്ന പച്ചപ്പുള്ള ഓർമ്മപ്പെടുത്തലായി ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നുപോയി. സമുദ്രനിരപ്പല്ല, നിങ്ങളുടെ ശബ്ദമാണ് ഉയരേണ്ടത് എന്ന അർത്ഥവത്തായ സന്ദേശമാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം മുന്നോട്ട് വെക്കുന്നത്. ഓർമ്മപ്പെടുത്തലിനുമപ്പുറം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരായി മാറിയ മാനവരാശിയെ വരാനിരിക്കുന്ന ദുരന്തത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഭൂമിയെ രക്ഷിക്കുവാൻ സാധിക്കൂ. ബോധവൽക്കരണത്തിനുമേൽ ചൂഷക സംസ്കാരം വിജയിച്ചു പോയാൽ ഓർമ്മപ്പെടുത്തലിന് പോലും ആളില്ലാതെ ഭൂമി അനാഥയാകും. പച്ചപ്പും ജീവകണങ്ങളുമില്ലാത്ത ശ്മശാന ഭൂമിയാകും. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.